എൻ്റെ ഈ വർഷത്തെ ചെറിയ കിച്ചൺ ഗാർഡൻ നിങ്ങളെ ഒന്ന് കാണിക്കാമേ. ഇതെൻ്റെ ബീൻസ് തൈകളാണ്. അതിലൊക്കെ ബീൻസ് കായിട്ട് വീഴുന്നു. 3-4 മൂടയേ ഉള്ളൂ കേട്ടോ. ഇത് പിന്നെ നമ്മുടെ പീസിൻ്റെ തൈയില്ലേ, പീസിൻ്റെയാണ്. അതിലൊക്കെ പൂ വീണിട്ടുണ്ട്, വേണ്ട കാ വീണിട്ടുണ്ട്. ഇത് നമ്മുടെ കൊച്ചുള്ളി നട്ടതാണ്. അതിലൊക്കെ പൂ വീണിട്ടുണ്ട്. ഇത് തോരൻ വെക്കാൻ നല്ലതാണെന്ന് പറയുന്നത് കേട്ടു. പിന്നെ നമ്മുടെ ബീട്രൂട്ട്, പിന്നെ ഇത് നമ്മുടെ ഒരു പിയറിൻ്റെ തൈയാണ്. പിയർ തൈ വാങ്ങിച്ചു വെച്ചതാണ്. ഇത് നമ്മുടെ സ്ട്രോബെറികളും കുറച്ച് ബീട്രൂട്ട്, പിന്നെ നാട്ടിൽ നിന്ന് കുറച്ച് ചീര കൊണ്ടുവന്നു. ചീര പാകിയായിരുന്നു, കിളിച്ചു. പക്ഷേ ഇവിടുത്തെ തണുപ്പ് കൊണ്ടത് മേലോട്ട് വരുന്നില്ല. വെളിയിലൊക്കെ തണുപ്പല്ലേ, അതുകൊണ്ടായിരിക്കും അത് മേലോട്ട് കിളിച്ചു വന്നിട്ടില്ല. ഇത് നമ്മുടെ ക്യാപ്സിക്കത്തിൻ്റെ തൈയാണേ. ഇത് നമ്മുടെ ക്യാബേജ്, ഉള്ളിത്തൈ, ബീട്രൂട്ട്, ഇതെൻ്റെ മിൻറ്റ് ലീവ്സ്, ഇതെല്ലാം ക്യാബേജുകളാണ്. ഇത് നമ്മുടെ തക്കാളി തൈ. ഇപ്രാവശ്യത്തെ തക്കാളിയൊന്നും ശരിയായില്ല. തക്കാളിയൊക്കെ വിത്ത് പാകേണ്ട സമയത്ത് നാട്ടിലായിരുന്നത് കൊണ്ട് ലേറ്റായിട്ടാണ് വിത്ത് പാകി. അതുകൊണ്ട് ഒന്നും അങ്ങോട്ട് ശരിയായിട്ട് വന്നിട്ടില്ല. ഇത് ക്യാബേജ്, ഇത് നമ്മുടെ മുളകും തൈ, ഇതെൻ്റെ ഒരു ആപ്പിൾ തൈയാണ്. കുഞ്ഞു തൈയാണ്, പക്ഷേ അതിൽ കായിട്ടിട്ടുണ്ട്. ഞങ്ങൾ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ ഇത് നിറച്ച് കായായിരുന്നു, പക്ഷേ കായല്ല, പൂവായിരുന്നു. അതെല്ലാം പൊഴിഞ്ഞു പോയി. ആകെ 2 എണ്ണം മാത്രം, 2 അല്ല 3 എണ്ണം മാത്രം പിടിച്ചിട്ടുണ്ട്. ഇതും എൻ്റെ ഒരു എന്താ പറയുന്നത്, ഇത് നമ്മുടെ ക്യാപ്സിക്കം, മഞ്ഞ ക്യാപ്സിക്കത്തിൻ്റെ തൈയാണേ. ഇതൊരു റാസ്ബെറിയുടെ തൈയാണ്. അതിലൊക്കെ കായ വരുന്നുണ്ട്, ചെറുതായിട്ട് കായൊക്കെ വീണിട്ടുണ്ട്. ഇത് ഞാൻ ഇന്നാളൊരു വീഡിയോ ഇട്ടായിരുന്നു, നെല്ലിയുടെ തൈ നട്ടുവെച്ചത്. അതെല്ലാം നന്നായിട്ട് കിളിച്ചിട്ടുണ്ട്. ഒരു നെല്ലിക്ക വീണിട്ടുണ്ട്, ഒരെണ്ണം. ഇതാ ഒരെണ്ണം മാത്രമായി. മുന്തിരിങ്ങ പോലെ ഇരിക്കുന്നത് കണ്ടിട്ട്. ഇവിടെ കണ്ട് ഇങ്ങനെ ഞാൻ ചെടിച്ചട്ടിക്കകത്ത് സ്ട്രോബെറി നട്ടിട്ടുണ്ട്. ഇതിലും കായൊക്കെ വീഴുന്നുണ്ട്. എൻ്റെ റോസ്മേരി നട്ടതാണേ, കിളിച്ച് വരുന്നുണ്ട്. ഇതെല്ലാം എൻ്റെ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഇത് ചീര വെളിയിൽ നട്ടിട്ട് കിളിക്കാഞ്ഞത് കൊണ്ട് ഞാൻ അകത്ത് വെച്ച് ചെറുതായിട്ട് കിളിച്ച് വരുന്നുണ്ട്. നമുക്ക് താഴെയെല്ലാം കിളിക്കുന്നുണ്ട്, ചീരത്തൈകളായി വരുന്നു. അത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഇത് പനിക്കൂർക്കയുടെ തൈയാണേ. ഇത് ചെറിയ തൈ കൊണ്ട് ഒരു കമ്പ് കൊണ്ട് നട്ടത്, നന്നായിട്ട് കിളിച്ച് വന്നിട്ടുണ്ട്. ഇത് വേറെ എൻ്റെ പേരെനിക്കറിയില്ല. ഇതും പുതിന, ഇതെൻ്റെ അലോവേര, ഇതെൻ്റെ റോസ് ചെടി. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറി ലീവ്സ് ആണേ. വെച്ചതുപോലെ തന്നെ ഇരിപ്പുണ്ട്, ഒരനക്കവും ഇല്ല. കിളിക്കുകയോ ഇല്ലയോ അറിയത്തില്ല, പരീക്ഷണമാണ്, നോക്കാം. വീണ്ടും ചീര. ഇത് വേറൊരു അലോവേറയുടെ തൈ. ഇത് വേറൊരു ചെടി. ഇതെൻ്റെ മോക്ക് അവിടെ സ്കൂളിലെ ടീച്ചർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞപ്പം കൊടുത്തത്. അതിനെ കൊണ്ട് ഞാൻ റീപ്ലാന്റ് ചെയ്ത് കിളിപ്പിച്ച് ഇത്രയാക്കി. ഒരു ഓർമ്മയ്ക്കായിട്ടിരിക്കട്ടെ എന്ന് കണ്ട് ടീച്ചർ കൊടുത്തതല്ലേ.